പ്രിയമുള്ളവരെ, കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ നടക്കുമ്പോൾ നാം ആലോചിക്കാറില്ലേ, ഒരു തണൽ മരം ഉണ്ടായിരുന്നുവെങ്കിലെന്ന്? ഒരിത്തിരി തണുത്ത വെള്ളം കിട്ടിയാൽ മുഖമൊന്ന് കഴുകാമായിരുന്നു എന്ന്? എന്തൊരാശ്വാസമായിരിക്കുമല്ലേ. അതുപോലെ തന്നെയാണ് ജീവിതയാത്രയിൽ നമ്മുടെ ഭാരമിറക്കുവാൻ ആരെങ്കിലുമൊന്നും ഉണ്ടെങ്കിൽ എത്ര സൗകര്യമായിരിക്കും. അതെ, എന്താണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്നായിരിക്കും ആലോചിക്കുന്നത്. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഹൗ ടു കീപ് ഗുഡ് ഓർ ഹെൽത്തി റിലേഷൻ എന്ന വിഷയവുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. പ്രിയരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യ ജീവിതം ഒരുപാട് ബന്ധങ്ങളിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ, അമ്മ, കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാർ, അധ്യാപകർ, പിന്നെയും മുന്നോട്ട് പോകുമ്പോഴോ പ്രണയിതാക്കൾ, ചിലർക്കെങ്കിലും, ഇല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, വീണ്ടും മക്കൾ, അങ്ങനെ നീണ്ടു കിടക്കുന്ന ആ പട്ടിക. എന്നിട്ടും എന്തേ ചിലപ്പോഴൊക്കെ നമ്മൾ പരിതപിക്കാറില്ലേ, എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കാൻ ഇവിടെ ആരാണ് എന്നൊക്കെ നമ്മൾ സങ്കടപ്പെടാറുണ്ട്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരു മനുഷ്യബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് ചില പ്രത്യേക ഘടകങ്ങളുണ്ടത്രേ. അതായത് ഓപ്പൺ ഏരിയ, ഹിഡൻ ഏരിയ, ബ്ലൈൻഡ് ഏരിയ ആൻഡ് അൺനോൺ ഏരിയ. ഇതൊന്നും വിശദമാക്കുവാൻ ഈ കുറച്ച് സമയം മതിവരാത്തത് കൊണ്ട് എന്തുകൊണ്ടാണ് നാമെല്ലാം ഈ ആധുനിക ലോകത്ത് ബന്ധങ്ങൾക്കിടയിൽ ഇത്രയധികം വിള്ളലുകളേറ്റ് ശ്വാസം മുട്ടി കഴിയേണ്ടി വരുന്നത് എന്ന് നോക്കാം. സത്യത്തിൽ നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാനുള്ള ടെക്നോളജി നമുക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും തൊട്ടടുത്തിരിക്കുന്നവൻ്റെ നിശ്വാസമറിയാതെ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവൻ്റെ ചിരിയുടെ അർത്ഥമറിയാതെ, അയൽക്കാരൻ്റെ കരച്ചിലിൻ്റെ വേദന അറിയാതെ നിസ്സംഗരായി, നോക്കുകുത്തികളായി നാം നിന്നു പോകുന്നുവോ എന്നൊരു സംശയം. എങ്ങനെയാണ് നമുക്ക് ഒരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയാലോ? എൻ്റെ ചിന്തയിൽ വന്ന ചെറിയ ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, വിശ്വസിക്കുക, അതോടൊപ്പം വിശ്വസിപ്പിക്കുക. നാം നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വസിക്കുക, അതോടൊപ്പം അവരിൽ വിശ്വാസ്യത ഉണ്ടാക്കുകയും ചെയ്യുക. രണ്ടാമത്, ഹെൽത്തി ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ആരോടും എന്തും തുറന്നു പറയുക എന്നല്ല, എങ്കിലും നമുക്ക് വളരെ സൗമ്യമായ രീതിയിൽ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയാം. മൂന്നാമത്, ഇൻക്രീസ് പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് പോസിറ്റീവായി തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ തന്നെയാണ് പ്രതികൂലമായ ഫലമുണ്ടാക്കുന്നത്. നാലാമത്, നമുക്കറിയാം നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉള്ളതുപോലെ തന്നെ മറ്റുള്ളവനുമുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുക. സ്വയം അഭിമാനവും ബഹുമാനവുമുണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മറന്നു പോകരുത്. അഞ്ചാമത്, നാം മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നമുക്ക് ചില ശാഠ്യങ്ങളും ചില ചിന്തകളുമൊക്കെ ഉണ്ടാകും. അത് മുഴുവൻ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ക്രിറ്റിസിസം ഏൽക്കേണ്ടി വരും. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുക. നമുക്കറിയാം, എപ്പോഴും നമ്മൾ പരസ്യം കാണാറില്ലേ, ശക്തമായ ഒരു ബിൽഡിംഗ് കെട്ടിപ്പടുക്കുവാൻ ഈ സിമൻറ്റ് വേണം, ആ കമ്പി വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ജീവിത ബന്ധങ്ങൾ ഉയർത്തുവാൻ അല്ലെങ്കിൽ ദൃഢമാക്കുവാൻ ഈ കമ്പികൾക്കോ സിമൻറ്റുകൾക്കോ അല്ല കഴിയുക. സ്നേഹമെന്ന സിമൻറ്റും പരസ്പര ധാരണ എന്ന കമ്പിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വിള്ളലുകൾ
ഇല്ലാതെയാക്കാം. അങ്ങനെ സന്തോഷവും സൗമ്യവുമായ ഒരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലം ഇതേ പോകുന്നു.